ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൺസ്ക്രീൻ ഞാൻ കമ്പാരിസൺ ചെയ്തിട്ട് പറയാം. ഈ രണ്ട് സൺസ്ക്രീൻസും ഞാൻ യൂസ് ചെയ്തിട്ട് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സൺസ്ക്രീൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. സൺസ്ക്രീൻ ഇപ്പം ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ അങ്ങനത്തെയൊക്കെ നമ്മൾ വീഡിയോ ഇഷ്ടംപോലെ യൂട്യൂബിൽ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ വന്നിട്ട് സൺസ്ക്രീൻ ഇതുവരെ യൂസ് ചെയ്യാത്തവർ ലൈക്ക് അടിക്കുക, എന്നിട്ട് അതിന് കുറെ ലൈക്ക്. പക്ഷെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത ഒരു ജനറേഷനും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. പക്ഷെ ആ ക്ലൈമറ്റ് അല്ല നമുക്കിപ്പോ. സൺബേണിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നമ്മുടെ ഈ സണ്ണും പിന്നെ നമ്മുടെ സ്കിന്നും തമ്മിലുള്ള ഒരു ബാരിയറാണ് സൺസ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം സണ്ണിൽ നിന്നുള്ള ഹാർംഫുൾ ആയിട്ടുള്ള റേസ് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. ഈ സ്കിൻ ക്യാൻസർ വരെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ നിന്ന് ഒരുവിധം നമ്മളെ രക്ഷിക്കുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ. അതിന് നല്ല നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഓരോ ടൈപ്പ് സൺസ്ക്രീൻ ഉണ്ട്. ജെൽ സൺസ്ക്രീൻ ഉണ്ട്, ക്രീമി ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ബെസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ചൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ റിംഗ് ലൈറ്റിൽ നിന്ന് വരെ എനിക്ക് ടാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഞാനിപ്പോ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. എനിക്ക് സ്കിന്നിന് ചെറിയ ഇഷ്യൂ കാരണം ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പം സൺസ്ക്രീൻ ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇന്നിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്ന രണ്ട് സൺസ്ക്രീൻസ് ആണ്. ഒന്ന് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഡോട്ട് ആൻഡ് കീ. അവരുടെ തന്നെ വിറ്റാമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്താണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന്. ഇവർ പറയുന്നത് വാട്ടർ ലൈറ്റ് ആണ്, SPF 50 PA++ ആണ്, UVA+UVB ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല, ആക്റ്റീവ് വിറ്റാമിൻ D റിസപ്റ്റേഴ്സ് ഉണ്ട്. 15 ഗ്രാം ആണിത്, പക്ഷെ എന്നാലും നല്ല റേറ്റ് ആണ്. പിന്നെ സെക്കൻഡ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് അതും ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡാണ് ഗുഡ് വൈബ്സ്. ഗുഡ് വൈബ്സിന്റെ 50 PA++ തന്നെ UVB UVA അലോവേര ഗ്രീൻ ടീ കുക്കുംബർ പ്രൊണൗൺസ് ചെയ്യുന്ന ആന്റി ഏജിങ് സ്കിൻ പ്രൊട്ടക്ഷൻ ഏജൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തതിന്റെ ബേസിൽ ഒരു കമ്പാരിസൺ ആണ് ഞാൻ പറയുന്നത്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. എന്റെ ഓയിലി സ്കിന്നാണ്. അപ്പൊ ആ ഓയിലി സ്കിന്നിൽ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കുറച്ച് നാളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ ഓപ്ഷൻ എന്തെങ്കിലും ഇതിലും ബെറ്റർ ആയിട്ട് ഒരെണ്ണം നോക്കണം എന്നൊരു തോന്നൽ വരും. അങ്ങനെ ഒരു തോന്നലിൽ മേടിച്ചതാണിത്. നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ആണ് എപ്പോഴും നല്ലത്. മോയ്സ്ചറൈസർ ആണെങ്കിലും മോയ്സ്ചറൈസറും അല്ലെങ്കിൽ സൺസ്ക്രീനൊക്കെ ജെൽ ടൈപ്പ് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ജെല്ലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോട്ട് ആൻഡ് കീയുടെ ഒരു വാട്ടർ മെലൺ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഉണ്ട്. അത് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല, അതാണെന്നും പറഞ്ഞ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. പിന്നെ ഇത് കുറച്ചുനാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത്. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം അബ്സോർബ് ആയി പോകും. കൊപ്രയൊക്കെ ചെറുതായിട്ട് കനച്ച് കഴിയുമ്പോൾ സ്മെല്ലില്ല. എനിക്ക് അങ്ങനെ തോന്നാറ് ഇതിന്. ഇത് വിറ്റാമിൻ C ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഒരു മേക്കപ്പും ഇല്ലാതെ ഇങ്ങനെ ചത്തിരിക്കുന്ന ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പെട്ടെന്ന് ഒരു ഗ്ലോ വന്ന പോലെയോ ഒരു ഫ്രഷ് ലുക്ക് വന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഈസി ആയിട്ട് അബ്സോർബ് ആവും. ഇട്ടിട്ടുണ്ടെന്ന് പോലും തോന്നത്തില്ല. വൈറ്റ് കാസ്റ്റ് എന്നുള്ള സാധനമേ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്മെല്ലാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സ്മെല്ല് തോന്നുന്നു. ഒരു എത്ര ഏതാണ്ട് ഒരു കനച്ചത് പോലത്തെ അങ്ങനത്തെ ഒരു സ്മെല്ല് അറിയത്ത പോലും ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഓയിലി സ്കിന്നിനേക്കാളും കൂടുതൽ ഡ്രൈ സ്കിന്നിന് അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. എന്റെ ഓയിലി സ്കിന്നാണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു കുറച്ച് ഓയിലി ആക്കാറുണ്ട്. എന്നാലും എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നാറില്ല. പിന്നെ ഇതിലെ പ്രൈസ് പറഞ്ഞേക്കുന്നത് 445 രൂപയാണ്. പക്ഷെ ഞാൻ ഇതൊരു 300 സംതിങ് ആ ഒരു റേറ്റിനാണ് മേടിച്ചത്. നമുക്ക് ഓൺലൈൻ ആകുമ്പോൾ പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്, ഓഫറിൽ കിട്ടുമല്ലോ. അപ്പൊ ഇതാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. അതിന്റെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചൊരു ബെറ്റർ ഡ്രൈ സ്കിന്നിനായിരിക്കും. തോന്നത്ത് പോലുമില്ല. ഇങ്ങനത്തെ ഒരു സൺസ്ക്രീൻ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ സെക്കൻഡ് മന്ത് നമുക്ക് ഗുഡ് വൈബ്സിന്റെ റിവ്യൂ നോക്കാം. ഇതിന്റെ കാര്യം പറയുവാണെങ്കിൽ ബ്രാൻഡ് കണ്ടോ ഗുഡ് വൈബ്സ്. ഗുഡ് വൈബ്സിന്റെ ഒത്തിരി പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഫേസ് വാഷ്, ടോണർ, ഫേസ് ജെല്ല്, ഒത്തിരി സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത് മേടിക്കുന്നത്. പിന്നെ എന്തോ ഒരു തലയിലിടുന്ന ഹെയർ ഓയിലില്ലേ, ഡാബറംലം നമ്മുടെ ഹെയർ ഓയിലുണ്ട്, അതിന്റെയൊക്കെ അടുത്ത് വരുന്ന സ്മെല്ല ഞാൻ ഇപ്പുറത്തെ കയ്യിലിട്ടാണ്. ഇതില്ല, ഇഷ്ടമല്ല. എന്നിട്ട് ഇതുകൊണ്ട് എന്തുകൊണ്ട് തീരാറായെന്നുള്ളതായിരുന്നു. ഇപ്പം ഞെക്കി അതിന്റെ ഉപാട് എടുത്തിട്ട് ഇത്രയും കിട്ടി. എങ്ങനെയുണ്ട് ഗെയിംസ്? വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ തീർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ട്. ഞാനിത് പുറത്തു പോകുമ്പോഴത്തേക്കും കയ്യിലൊക്കെ തേച്ചിട്ട് കയ്യിലൊക്കെ തേക്കുമ്പോൾ സീനില്ല. ഫേസിലൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ തെറിക്കാത്ത കണ്ടിന്റെ സടികുമാർ വരുന്നില്ല. ഫേസിൽ ഞാനത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഓയിലി സ്കിന്നാണെങ്കിൽ ഇത് ഒട്ടും ചേർത്തില്ല. മുഖത്ത് നല്ല കുരു വരും. എത്ര നേരമായി ഇപ്പോഴും കാണാമല്ലോ.
മനസ്സിലാക്കുന്നില്ല, ചേഞ്ച് മനസ്സിലാക്കുന്നില്ല. എനിക്ക് എങ്ങനെ വർക്കായി എന്നുള്ളതിന്റെ ബേസിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇതില് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇതാണ്. ഒന്ന് പാച്ച് ടെസ്റ്റ് ഒക്കെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നിന് ഓപ്പൺ പോഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഓപ്പൺ പോഴ്സ് ക്ലോഗ് ചെയ്യാത്ത, ഓപ്പൺ പോഴ്സ് അടഞ്ഞു പോകാത്ത രീതിയിലുള്ള നോൺ കോമഡോസിനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെ എടുക്കാം. ഇപ്പൊ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ ഫിനിഷ് ഉള്ള ഒരു സാധനങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കരുത്. എപ്പോഴും മോയ്സ്ചർ കണ്ടന്റ് ഫേസിൽ ഇന്ന പോലത്തെ പ്രോഡക്റ്റ് എടുക്കാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇത് മാത്രമല്ല, വേറെ കുറെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോസും കൂടെ കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മതി. അടുത്ത വീഡിയോ കാണുന്നവരെ വൈറ്റ് കാസ്റ്റ് ഇനിയും പോയിട്ടില്ല ഗീസ്. അപ്പൊ ഞാൻ പോകുന്നു.